ശബരിമല തീർത്ഥാടനം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ വിപുലമായ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വഴിപാട് ബുക്കിംഗ് പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് മാറ്റും. അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിജിലൻസ് നിരീക്ഷണം ശക്തമാക്കുമെന്നും ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. അയ്യപ്പസ്വാമിക്ക് പ്രത്യേകമായ പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും പുതിയ രീതിയിലുള്ള സംഗമങ്ങൾ ഒന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. റിപ്പോർട്ടിലേക്ക്. ശബരിമലയിലെ ശുചിത്വം, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ദേവസ്വം ബോർഡിന്റെ പുതിയ പരിഷ്കാരങ്ങൾ. സന്നിധാനത്തെ മരാമത്ത് പണികളിലെ സുതാര്യതയ്ക്കായി പുറത്തുനിന്നുള്ള ഏജൻസിയെ ഉൾപ്പെടുത്തി ടെക്നിക്കൽ ഓഡിറ്റ് ടീമിനെ നിയോഗിക്കും. ശബരിമലയുമായി ബന്ധപ്പെട്ട സമീപകാലത്തുണ്ടായ വാർത്തകൾ വിഷമമുണ്ടാക്കിയെന്ന് വ്യക്തമാക്കിയ പ്രസിഡന്റ്, തങ്ങൾ ആരുമൊന്നും മോഷ്ടിച്ചിട്ടില്ലെന്നും അഴിമതി തടയാൻ വിജിലൻസുമായി ചേർന്ന കർശന നിരീക്ഷണം ഉറപ്പാക്കുമെന്നും പറഞ്ഞു. അയ്യപ്പസ്വാമിക്ക് പ്രത്യേകമായി പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും പുതിയ രീതിയിലുള്ള സംഗമങ്ങളൊന്നും സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒന്നുകൊണ്ടറിയാനും രണ്ടിന്റെ ബലാബലം എന്നാണല്ലോ ഒരു തത്വം. അതുകൊണ്ട് പുതിയ സംഗമങ്ങളൊന്നും തന്നെ ഇല്ല. അയ്യപ്പന് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ഹി ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഗോഡ് ഇൻ ദ വേൾഡ്. ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന വാർത്തകളൊക്കെ തന്നെ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കുന്ന വാർത്തകളാണ്. ഇതൊന്നും ശബരിമലയിൽ ആവർത്തിക്കരുത്. ഞാൻ ഈ സുതാര്യത, കാര്യക്ഷമത എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥമെന്നാണ്. തീർത്ഥാടകർക്കായുള്ള വഴിപാട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഇനി മുതൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറും. ഒരു ദിവസം 5 പടിപൂജ നടത്താനും യോഗത്തിൽ തീരുമാനമായി. ഭക്തർക്കായി സജ്ജീകരിച്ചിട്ടുള്ള 608 മുറികളിൽ 500 എണ്ണവും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. മുറികൾക്കായി മുമ്പ് വാങ്ങിയിരുന്ന വലിയ ഡെപ്പോസിറ്റ് സമ്പ്രദായം പൂർണ്ണമായി ഒഴിവാക്കി. പകരം 50 രൂപ മാത്രം സർവീസ് ചാർജായി ഈടാക്കും. ശബരി ഗസ്റ്റ് ഹൗസിന് സമീപം പുതിയൊരു ഗസ്റ്റ് ഹൗസ് കൂടി നിർമ്മിക്കുമെന്ന് കെ ജയകുമാർ പറഞ്ഞു. ഡെപ്പോസിറ്റ് ഇല്ല, പക്ഷേ 50 രൂപ നമ്മൾ സർവീസ് ചാർജായിട്ട്, നോൺ റീഫണ്ടബിൾ സർവീസ് ചാർജായിട്ട് അങ്ങനെ എടുക്കുന്നത് സർവീസ് വർദ്ധിപ്പിക്കാൻ തന്നെയാണ് എന്നുള്ളത് അടുത്ത തീരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വെർച്വൽ ക്യൂ ടിക്കറ്റുകൾക്കൊപ്പം നിലവിലുള്ള 5 രൂപയുടെ ക്രമീകരണങ്ങൾ തുടരും. സുരക്ഷയും തിരക്ക് നിയന്ത്രണവും ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പമ്പയിൽ പുതിയ കൺട്രോൾ റൂം സജ്ജീകരിക്കും. സന്നിധാനത്തും പരിസരത്തുമായി 450 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. കൂടാതെ സന്നിധാനത്ത് പുതിയൊരു തീർത്ഥക്കുളം സ്ഥാപിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.